കാരാരാജൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത ഏകദേശം അതിനടുത്ത് തന്നെ കാരണം വെച്ചാല് അതിനടുത്തോ അതിന്റെ പരിസരത്തുള്ള ഭൂരിപക്ഷം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും 100%. അതിലൊന്നും ആർക്കും തർക്കമില്ല. കഴിഞ്ഞ 10 വർഷത്തെ ഭരണവികതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാനാണ് സാധ്യത കൂടുതൽ. മാത്രമല്ല ഇതൊരു തലശ്ശേരി ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. തലശ്ശേരി മണ്ഡലത്തിൽ പ്രധാന എതിരാളികള് കെ.പി. സാജു, കാരായിരാജൻ. ഇവരിൽ ആര് ജയിക്കും? തലശ്ശേരി മണ്ഡലം ഇടതുപക്ഷത്തിന്റെ സ്ഥിരം മണ്ഡലമാണ്. എന്തായാലും കാരായിരാജൻ തന്നെ ഇവിടെ ജയിക്കും. ഒരു വർഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 36,000 ഉണ്ടായിരുന്നു തോന്നുന്നു. 36. അതിൽ കൂടാൻ സാധ്യതയുണ്ടോ? അത് കൃത്യമായിട്ട് പറയാൻ പറ്റൂല. പിണറായി സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും മൂന്നാമതും പിണറായി തന്നെ വരണമെന്ന ആഗ്രഹം. ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ച് ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങള് ഇത് രണ്ടും തന്നെ. തലശ്ശേരി ഇപ്രാവശ്യം പുതുമുഖങ്ങളാണല്ലേ? കാരായിരാജൻ, അതുപോലെ തന്നെ കെ.പി. സാജു. ഇവരില്ലേ ആര് ജയിക്കുന്നില്ല? കാരായിരാജൻ ഭൂരിപക്ഷം ഒരു 35-നും 40-നും കഴിഞ്ഞ മാസം സംശയം കിട്ടിയത് 36,000. കൂടുതൽ കിട്ടാൻ സാധിച്ചിരുന്നു. സാധാരണക്കാരെ നല്ല അറിയപ്പെടുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് നല്ല പുല്ലോട്ടുകാരനാണ്. നല്ല ഇതാണ്. എന്താണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാവരെയും ഇറങ്ങിയിട്ട് എന്ന് പറയാൻ ചെയ്തിട്ട് നല്ലൊരു ഇതുണ്ട്. ജനങ്ങളുടെ നല്ലൊരു ഏകദേശം കോടിയേരിന്റെ അടുത്ത് തന്നെ വരായി എത്തും. ജനങ്ങളുടെ നല്ലൊരു നേതാവാണ്. കോൺഗ്രസിന്റെ കെ.പി. സാജു അറിയോ? കെ.പി. സാജു നമ്മളിപ്പോ അയാൾ വന്നേരാന്ന് അയാളെ പറ്റി അറിയില്ല. കെ.പി. കൂടുതലായിട്ട് ഇപ്പൊ നമ്മളെടുക്കലും വോട്ടിനെല്ലാം വേണ്ടിട്ട് വന്നിന്. അപ്പൊ അതിനെപ്പറ്റി അയാളെ പറ്റി അങ്ങനെ ഒരു അറിവില്ല. അപ്പൊ അത് കാര്യമായി അത് മാത്രമല്ല ജനങ്ങളുടെ എല്ലാം ഇറങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും പാർട്ടി വർക്കും എല്ലാ വെറുതെടുക്കലും എത്തും. അങ്ങനെയായിട്ട് നല്ലൊരു ഇതാണ്. വ്യാപകമായ ഒരു അതായത് LDF പല മണ്ഡലങ്ങളിലും BJP-യുമായി ഡീലുണ്ട്, രഹസ്യ ബന്ധമുണ്ട്. അതിപ്പോ എന്ന് പറഞ്ഞാല് എലക്ഷൻ അടുപ്പിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് കുറ്റം പറയാം. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് വ്യാജം തന്നെയാണ്. ഓറ് 2 പ്രാവശ്യം ഓറ് പോയി. ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം എങ്ങനെയും വരാന്നുള്ളതില് പല ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നതാണ്. മറ്റു വേറെ പറഞ്ഞാല് ഓറ് തന്നെ ഇപ്പൊ ഒരു ഒക്കുന്നില്ല. മറ്റേ മുഖ്യമന്ത്രി സതീശനാണോ അല്ലെങ്കിൽ മറ്റേ വേറെ ചെന്നിത്തലയാണോ, ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം. അത് വേറെ ഒരു പാർട്ടിയിൽ അങ്ങനെ ഒരു ഇതുവരെ സംവിധാനം വന്നില്ല. അപ്പൊ അത് ഓരോ കൊള്ളാത്ത പോലെയാണ്. കാരായിരാജൻ വരുമെന്നുള്ള പ്രതീക്ഷ.